ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഡയബറ്റിസ് ആൻഡ് എക്സസൈസ്, അതായത് ഡയബറ്റിസ് പ്രമേഹ രോഗികൾ എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാല. പലപ്പോഴും നമുക്കറിയാം എക്സസൈസ് ഡയബറ്റിസ് ഉള്ളവർ ചെയ്യുന്നുണ്ട്, ഇല്ലാത്തവർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും തന്നെ എക്സസൈസിൻ്റെ ഗുണഗണങ്ങൾ നമുക്കറിയാം. പക്ഷേ പ്രമേഹ രോഗികൾ എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് അതിനെ പറ്റിയാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ പ്രമേഹമുള്ളവർ എക്സസൈസ് തയ്യാറെടുക്കുന്നതിന് മുമ്പാണ് നമുക്കറിയാം, നമ്മൾ വീട്ടിലല്ല കുറച്ച് ദൂരെ പോയാണ്, നമ്മളൊരു പാർക്കിലാണ്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നൊരു സ്റ്റേഡിയത്തിലാണ്, അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ടാണ്, കുറച്ച് ദൂരം മാറിയാണ് നമ്മളെപ്പോഴും നമ്മുടെ ഒരു ID കാർഡ് നമ്മളിരിക്കുന്നില്ല. കാരണം നമുക്ക് പെട്ടെന്ന് നമ്മൾ ഷുഗർ താഴ്ന്നു പോയി, അല്ലെങ്കിൽ നമ്മളെവിടെ മറിഞ്ഞ് വീണു, നമ്മളിപ്പം തനിയെ പോകുന്നെങ്കിൽ എപ്പോഴും അതുള്ളത് നല്ലതാണ്. പിന്നെയുള്ള നമ്മൾ ഇച്ചിരി എന്തെങ്കിലും നമ്മളൊരു സ്നാക്സോ ഇച്ചിരി മധുരമോ സ്വീറ്റ്സോ നമ്മൾ കരുതിയിരിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ രാവിലെ പോകുന്നതിന് മുമ്പ് ഷുഗർ നോക്കിയിട്ട് പോകുന്നതല്ല. പലപ്പോഴും നമ്മൾ ഒരു ചായ ബെഡ് കോഫിയോ കുടിക്കുക, അപ്പോൾ ഒന്നും കഴിക്കാതെ നമ്മൾ പോയി, അല്ലെങ്കിൽ കുറച്ച് വെള്ളം വരെ നമ്മൾ കരുതിയിരിക്കണം. കാരണം നമ്മൾ ഒരു ഗ്രൗണ്ടിൽ പോയി പെട്ടെന്ന് തലകറക്കം വന്നു, ഷുഗർ താഴ്ന്നു, അല്ലെങ്കിൽ രാവിലെ നോക്കിയിട്ട് പോകണം നമുക്കറിയാം ഷുഗർ ഇത്രയും ഉണ്ടായിരുന്നു, അപ്പം താഴാൻ സാധ്യതയില്ല. അത് നമ്മൾ ബെഡ് കോഫി കുടിച്ചിട്ടാണ് പോയിരിക്കുന്നത്, അപ്പോൾ ഷുഗർ താഴെയില്ല. എന്നാലും അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഷുഗർ താഴാൻ ചാൻസ്, പ്രത്യേകിച്ച് ഇൻസുലിൻ എടുക്കുന്നില്ല പ്രായമുള്ളവരില്ല. അപ്പോൾ എന്തെങ്കിലും സ്നാക്സോ സ്വീറ്റ്സോ നമ്മൾ കഴിക്കുന്നതല്ല. കൂടാതെ നമ്മുടെ ഒരു ID കാർഡ്, നമ്മൾ ഡയബറ്റിസ് രോഗിയാണ്, നമ്മൾ ഇന്ന ആളാണ് എന്നുള്ള നമ്മൾ അറിയുന്ന, മറ്റേ നമ്മൾ അവർ തലയിറങ്ങി വീണ് നമുക്ക് ബോധം പോയെങ്കിൽ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും, നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും നമ്മളെ കോൺടാക്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ എക്സസൈസ് നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്കറിയാം, ഒരു ഫിറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയും, FITT പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ ആദ്യം നമ്മൾ എത്ര സമയം, അതായത് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഓഫ് എക്സസൈസ്, അത് ആഴ്ചയിൽ നമ്മൾ എത്ര ദിവസം എക്സസൈസ് ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റൻസിറ്റി എന്ന് പറയും, നമ്മൾ ഹൗ വിഗറസ്ലി, നമ്മൾ എത്രമാത്രം ഏതൊക്കെ ടൈപ്പ് എക്സസൈസ് ആണ്, അതായത് നമ്മൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണോ, അല്ലെങ്കിൽ ഐസോമെട്രിക് എക്സസൈസ് എന്ന് പറയും, നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണോ, അതോ നമ്മൾ വാമിങ് പോലത്തെ എയറോബിക് എക്സസൈസ് ആണോ ചെയ്യുന്നതാണ് നമ്മൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയും. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ടൈം, നമ്മൾ എന്തുമാത്രം സമയം നമ്മൾ ചെയ്യുന്നു. യൂഷ്വലി നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ഒരു ദിവസം ഒരു 20 to 30 minutes, അതായത് ഒരാഴ്ചയിലാകുമ്പോൾ 150 minutes, ആഴ്ചയിൽ 5 days ചെയ്താൽ മതി. 2 days നമ്മൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആഴ്ചയിൽ 5 ദിവസം 30 minutes വെച്ച് എക്സസൈസ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഫിറ്റ്നസ്സായി. അപ്പോൾ ആ പ്രിൻസിപ്പിൾ നമ്മൾ ഉപയോഗിച്ചപ്പം നമ്മൾ ഫ്രീക്വൻസി വേണം, നമ്മൾ ഇൻറ്റൻസിറ്റി വേണം, നമ്മൾ ഏത് ടൈപ്പ് എക്സസൈസ് ആണെന്നുള്ള, പിന്നെ ടൈം ഡ്യൂറേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എക്സസൈസ് ചെയ്യും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു സ്നാക്സ് നമ്മുടെ കൈ വേണം. പിന്നെ നമ്മൾ ഷുഗർ നോക്കിയിട്ട് പോകുന്നത് നല്ലതാണ്. പിന്നെ പ്രായമുള്ളവരാണ് ഒരാൾ അക്കമ്പനി ചെയ്യുന്നത് നല്ലതാണ്. എക്സസൈസ് പോകുമ്പോൾ എവിടെയും തിരിച്ച് നമുക്ക് വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ മടുത്തിരുന്ന് ഷുഗർ താഴ്ന്നു, അല്ലെങ്കിൽ കാർഡിയാക് പ്രോബ്ലംസ് ഉള്ളവർ അവർ കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നതിലുള്ള എക്സസൈസ് ചെയ്യുള്ളൂ. അവർക്ക് എപ്പോഴും എയറോബിക് എക്സസൈസ് ആണ് നല്ലത്. മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് നമുക്ക് പ്രായമുള്ളവർക്കും ഡയബറ്റിസ് രോഗികൾക്കും അഡ്വൈസബിൾ അല്ല. പിന്നെ എക്സസൈസുകൾ നമുക്കറിയാം, നമ്മൾ വെയിറ്റ് ലോസ് നമുക്ക് കാര്യമായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പാടാണ്. പക്ഷേ നമ്മൾ ഡയറ്റ്, അതായത് വെരി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റൊക്കെ എടുത്ത് നമ്മൾ വെയിറ്റ് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമ്മൾ ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നമ്മളൊരു നേരത്തെ ഒരു 80 കിലോ 90 കിലോ ഉണ്ടായി, നമ്മൾ 70 കിലോയ്ക്ക് വന്ന് 10 കിലോ കുറച്ചിട്ടുണ്ട്. ആ വെയിറ്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എക്സസൈസ് നമ്മളെ സഹായിക്കും. എക്സസൈസുകൾ മാത്രം നമുക്ക് കട്ട് ഡൗൺ ചെയ്യുമ്പോൾ പെർ ഡേ കട്ട് ഡൗൺ ചെയ്യാനായിട്ട് 200 തൊട്ട് 300 കലോറി വരെയാണ്. അത് നമ്മളൊരു സമോസ കഴിച്ച് കഴിഞ്ഞാൽ 250 കലോറിയാണ്, ഒരു ബിരിയാണി കഴിച്ചാൽ 750 കലോറിയാണ്, ഒരു ഉച്ചയ്ക്ക് ഒരു മീൽസ് കഴിച്ച് 500 കലോറി വരും. അപ്പം നമ്മൾ ഇത്രമാത്രം എക്സസൈസ് ചെയ്തു, ജിമ്മിൽ പോയി, അല്ലെങ്കിൽ സ്വിം ചെയ്തു, അല്ലെങ്കിൽ ജോഗിങ് നടത്തി, അല്ലെങ്കിൽ നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് ഒക്കെ നടത്തി, നമ്മൾ സുമ്മാ ഡാൻസ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വന്നിട്ട് നമ്മൾ നോർമൽ ഡയറ്റ് അല്ലെങ്കിൽ ഹൈ കലോറി ഡയറ്റ് കഴിച്ചാൽ എക്സസൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മെച്ചമുണ്ടായില്ല. അപ്പം ഡയറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. കൂടാതെ ഫിറ്റ്നസ്സിന് വേണ്ടി ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എക്സസൈസ് നമ്മൾ ചെയ്യണം. കൂടാതെ ഷുഗർ രോഗികൾ നമ്മൾ പ്രോപ്പറായിട്ട് ചപ്പൽ ഉപയോഗിക്കണം. കാരണം ഷൂസ് ഉപയോഗിക്കാൻ നല്ലത്. കാല് സെൻസേഷൻ വല്ല കൊണ്ടാൽ പോലും അറിയില്ല നമ്മൾ നടക്കുമ്പോഴൊക്കെ. ഔട്ട്ഡോറൊക്കെ ഞാൻ പ്രത്യേകിച്ച് ചപ്പലുകൾ ഉപയോഗിക്കുക. നമ്മുടെ കൂടെ നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു നോക്കും നല്ലതാണ്. വാച്ചുകൾ, സ്മാർട്ട് വാച്ച് കെട്ടി നമ്മൾ ഐഡിയൽ നമ്മൾ 10,000 സ്റ്റെപ്പ് നടക്കണം. അതും അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ നടക്കണമെന്നാണ്. അപ്പോൾ 10,000 സ്റ്റെപ്പിന് വേണ്ടി യൂഷ്വലി നമ്മൾ റൂട്ടീൻ വർക്ക്, നമ്മളെ ജോലിയിൽ നമ്മളൊരു 4,000 to 5,000 സ്റ്റെപ്സ് നമ്മൾ നടക്കാറുള്ളൂ ഒരു ദിവസം. അപ്പോൾ നമ്മളൊരു 5,000 സ്റ്റെപ്പുകൾ നടക്കണമെങ്കിൽ ഒരു 20 to 30 minutes ഒരു എക്സസൈസ് ആവശ്യമാണ്. അത് ചെയ്താൽ നമ്മുടെ ഫിസിക്സ് ഹാർട്ടിനെ പ്രവർത്തനം നമുക്ക് അറിയാൻ പറ്റും. കാർഡിയക് പ്രോബ്ലമൊക്കെ അത്ര നമുക്ക് നടക്കാൻ പറ്റുകയില്ല. അപ്പോൾ കാർഡിയോളജി ചെക്കപ്പിലേക്ക് പോകേണ്ടി വരും. നമുക്ക് ബാക്കി നമ്മുടെ കലോറി ബ്രേക്ക് ഡൗൺ ഉണ്ടാവും, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഷുഗറും കൺട്രോൾ
കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ എക്സസൈസ് കൊണ്ട് നമുക്ക് നേടിയെത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഷുഗർ രോഗികൾ, ഡയബറ്റിക്കാർ പ്രോപ്പറായിട്ട് ചപ്പൽ ഉപയോഗിച്ചുകൊണ്ട്, ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട്, സ്നാക്സ് കരുതി, ഷുഗറൊക്കെ നോക്കി നമ്മൾ ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും നല്ലതാണ്. താങ്ക് യു.